ഇന്ത്യ മുന്നണിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായി ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമ്മേളനം ഇന്ന് മുംബൈയിൽ. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ കൂടാതെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളെല്ലാം മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിനായി മുംബൈയിലെ ശിവാജി പാർക്കിൽ വലിയ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. മുംബൈയിൽ നിന്നും പ്രേംലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനമാണ് ഇന്ന് മുംബൈയിൽ കുറിക്കുന്നത്. പര്യടനം ആരംഭിച്ച 63-ാം ദിവസമാണ് യാത്രയുടെ സമാപനം മുംബൈയിലെ മഹാസമ്മേളനത്തോടെ നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പുറകെ പ്രതിപക്ഷത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി യാത്രയുടെ സമാപന സമ്മേളനത്തെ മാറ്റാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. മുംബൈയിലെ ശിവാജി പാർക്കിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 12-ന് മഹാരാഷ്ട്രയിൽ പ്രവേശിച്ച യാത്ര ദുലെ, നാസിക്, പാൽഘർ, താനെ ജില്ലകളിലൂടെയാണ് മുംബൈയിലെത്തിയത്. കഴിഞ്ഞ ദിവസം മുംബൈയിലെത്തിയ യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന സമാപന സമ്മേളന വേദി ഇന്ത്യ മുന്നണി നേതാക്കളുടെ സംഗമവേദി കൂടിയാകും. ഇതിനായി വലിയ തയ്യാറെടുപ്പുകളാണ് മുംബൈയിലെ ദാദറിലെ ശിവാജി പാർക്കിൽ നടക്കുന്നത്. ശനിയാഴ്ച മുംബൈയിലെ ധാരാവിലേക്കുള്ള യാത്രയിൽ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ അനുഗമിച്ചിരുന്നു. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ മുംബൈയിലെത്തി വിവിധ സഖ്യകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും പ്രധാന നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് നീക്കം. ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങി മുന്നണിയുമായി ബന്ധപ്പെട്ട മഹാവികാസ് അഘാടി നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, RJD നേതാവ് തേജസ്വി യാദവ്, സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്ക് ഞായറാഴ്ച നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ട്.